ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു റിപ്പയർ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലാസിക്കിൻ്റെയൊക്കെ സെൽഫിൻ്റെ ആ ഒരു സ്പാർക്ക് ക്ലച്ചിൻ്റെ ആ ഒരു ബെയറിംഗ് കംപ്ലൈൻ്റ് ആകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ പറയുന്ന സെൽഫ് വർക്കാവാത്ത. അപ്പോൾ ആ ബെയറിംഗ് മാത്രമായിട്ട് നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. അങ്ങനെ ഒരു മാറുന്നൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ കാണുന്ന ക്ലാസിക് 350ൻ്റെ സ്പാർക്ക് ക്ലച്ചിൻ്റെ ആ ബെയറിംഗാണ് നമ്മളിപ്പോൾ മാറാൻ പോണത്. ഇതാണ് ആ ബെയറിങ്ങിൻ്റെ ആ പെട്ടി. ആൾ എക്സ്ട്രീം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ബോക്സ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എഴുതിയിരിക്കുന്ന വില 353 രൂപയാണ് ഇതിൽ എഴുതിയിരിക്കുന്ന വില. നല്ല അത്യാവശ്യം നല്ലൊരു ബോക്സ് തന്നെയാണ്. ഇത് നമുക്ക് ഈ ബെയറിംഗ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ ബെയറിങ്. ഈ ബെയറിങ്ങിൻ്റെ അകത്ത് ഒരു ചെറിയ പല്ല് പോലത്തെ ഒരു ചെറിയ സാധനമുണ്ട്. അതിൽ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് ഈ ബെയറിംഗ് കംപ്ലൈൻ്റ് ആവുന്നത്. നമ്മളപ്പം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ക്ലച്ച് സൈഡ് ഇളക്കണം. ആ ക്ലച്ചിൻ്റെ ആ കവർ മൊത്തത്തിൽ ഊരി മാറ്റണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ കേബിൾ ഉണ്ടല്ലോ, ആ ക്ലച്ച് കേബിൾ ഊരി മാറ്റണം. ക്ലച്ച് കേബിൾ നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഗിയറിൻ്റെ ആ പെഡലുണ്ടല്ലോ, ഗിയറിൻ്റെ ആ പെഡലാണ് ഊരി മാറ്റുന്നത്. ആ ഗിയർ ലിവറും നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഫുഡ് റെസ്റ്റാണ്. ഫുഡ് റെസ്റ്റും ഊരി മാറ്റണം, എന്നാലേ ആ കവർ ഇളക്കാൻ പറ്റത്തുള്ളൂ. ഫുഡ് റെസ്റ്റും ഊരി മാറ്റി നമുക്കിനി ക്ലച്ച് കവറിൻ്റെ ചുറ്റുമുള്ള ബോൾട്ടുകളൊക്കെ ഊരണം. ക്ലച്ച് കവറിലെ എല്ലാ ബോൾട്ടുകളും നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്ലച്ച് കവർ ഊരാം. ഈ ഓയിൽ താഴെ ഡ്രെയിൻ ചെയ്യുമ്പോൾ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കാൻ മറക്കരുത്. ക്ലച്ച് കവർ സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. ഇതാണ് ക്ലച്ച് വൈസിങ്. പ്രഷർ പ്ലേറ്റും ക്ലച്ച് പ്ലേറ്റിൻ്റെ ആ ഒരു സെറ്റാണ്. ആ സെറ്റിൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു ബെയറിങ്ങും ഒരു സ്റ്റോപ്പറും ഊരി മാറ്റി. നമ്മൾ ആദ്യം ഒരു ബെയറിങ് ഊരി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പിറകിലൊരു സ്റ്റോപ്പറുണ്ട്. ആ സ്റ്റോപ്പറും കൂടെ നമ്മൾ ഊരി മാറ്റുകയാണ്. കണ്ട, ഇതാണ് ആ സ്റ്റോപ്പറും ആ ബെയറിങ്ങും. അടുത്തത് നമ്മൾ സ്പാർക്ക് ക്ലച്ച് ഊരാൻ പോവുകയാണ്. സ്പാർക്ക് ക്ലച്ച് ഊരാനായിട്ട് 17ൻ്റെ ബോക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ 17ൻ്റെ ഒരു ബോൾട്ടുണ്ട് അവിടെ. ആ ബോൾട്ടാണ് നമ്മൾ അടുത്ത് ഊരാൻ പോണത്. ഈ ഊരിയ ശേഷം ഇതിൻ്റെ അകത്തൊരു ബെയറിംഗ് ഉണ്ട്. ആ ബെയറിംഗ് ആണ് ആക്ച്വലി കംപ്ലൈൻ്റ് ആവുന്നത്. ആ ബെയറിങ്ങിൽ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് സെൽഫ് വർക്ക് ആവാതിരിക്കുന്നത്. നമ്മൾ 17ൻ്റെ ആ ഒരു ബോൾട്ട് നമ്മൾ ഊരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഊരുമ്പോഴത്തേക്കും ഈ ചെയിൻ കറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ആ ചെയിൻ കറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ബെയറിംഗ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലേ ലോക്കായിട്ട് നിൽക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ലോക്കായിരിക്കാനാണ് ആ ബെയറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പാർക്ക് ക്ലച്ച് ഊരാനായിട്ട് നമ്മളവിടെ ബെയറിംഗ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 17ൻ്റെ ബോക്സ് വെച്ച് അത് ഊരുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. കൈ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എക്സ്ട്രാ ഒരു പൈപ്പ് ഇട്ടിട്ട് അത് ഇളക്കുകയാണ്. അത് കറങ്ങിയിട്ടുണ്ട്. ഇനി കറങ്ങിക്കോളും. അടുത്തത് ക്ലച്ച് വൈസിങ്ങിൻ്റെ അവിടുത്തെ ബോൾട്ട് നമ്മൾ ലൂസ് ചെയ്യുകയാണ്. ക്ലച്ച് വൈസിങ്ങിൻ്റെ അവിടുത്തെ നട്ട് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്ത് നമ്മൾ ലോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു ബെയറിംഗ് നമ്മൾ മാറ്റുന്നു. ആ 17ൻ്റെ ആ ഒരു ബോൾട്ട് നമ്മൾ ഊരി മാറ്റുകയാണ്.
എന്നിട്ട് നമ്മൾ സെറ്റ് മൊത്തത്തിൽ അങ്ങ് ഊരിയെടുക്കുകയാണ്. ക്ലച്ച് വൈസിങ്ങും പറയുന്ന സ്പാർക്ക് ക്ലച്ചും ഒന്നിച്ചാണ് നമ്മൾ ഊരിയെടുക്കുന്നത്. ആ ചെയിൻ ഉള്ളതുകൊണ്ടാണ് ഒന്നിച്ച് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ട ഈ ഈ ഈ ഈ കാണുന്ന കണ്ട അവിടെ ഒരു ബെയറിംഗ് ഉണ്ട്. ആ ഒരു ബെയറിംഗ് പോയി കിടക്കുകയാണ്. കണ്ട അതിൻ്റെ അകത്തൊരു പല്ല് പോലത്തെ ഒരു സംഭവം കണ്ട. അത് ആക്ച്വലി തേയ്മാനം സംഭവിക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ അതിൻ്റെ അകത്ത് വിട്ടുപോകും. അത് മുത്തുപോലെ അങ്ങ് തറയിൽ വീഴുന്നത് നമുക്ക് കാണാം. കണ്ട തേയ്മാനം വരുമ്പോഴാണ് ആക്ച്വലി ഈ പറയുന്ന ബെയറിംഗ് കംപ്ലൈൻ്റ് ആവുന്നത്. പിന്നെ സെൽഫ് വർക്കാവത്തില്ല. അപ്പോൾ ഈ ബെയറിംഗ് ആണ് നമ്മൾ മാറാൻ പോണത്. ഈ സെറ്റ് സാധാരണ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് സെറ്റ് മൊത്തത്തിലാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ 4700 രൂപയാണ് ഈ സെറ്റ് സ്പാർക്ക് ക്ലച്ച് സെറ്റ് മൊത്തത്തിൽ നമ്മൾ മാറുന്നത്. അപ്പോൾ ഈ ബെയറിംഗ് മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇതിന് 300 രൂപയാണ് വില. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. 300 രൂപയ്ക്ക് സെൽഫ് ശരിയായ വളരെ വലിയൊരു കാര്യമല്ല. അപ്പം ഇത് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത് പോലും. കണ്ട ഇതാണ് പറയുന്ന ബെയറിങ്. കണ്ട ഇങ്ങനെ വേണം ആക്ച്വലി അത് സെറ്റായിട്ട് ഇരിക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടില്ല, ആ സെറ്റിൻ്റെ അകത്തുള്ള ആ പല്ലുകൾ പോലത്തെ ചെറിയ ചെറിയ പീസസ് മൊത്തം ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ബെയറിങ് നമുക്ക് സ്പാർക്ക് ക്ലച്ച് സെറ്റിലേക്ക് വെക്കാം. ഇത് വെക്കുന്നതിന് ഒരു പൊസിഷനുണ്ട്. ഇതൊരു ഗ്രൂ പോലത്തെ ഒരു പൊസിഷനുണ്ട്. ആ ഗ്രൂ പോലത്തെ ഒരു പൊസിഷൻ വേണം ഇരിക്കാൻ, ആ ഒരു സ്പ്രോക്കറ്റിൽ ഇരിക്കേണ്ടത്. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട ഒരു ഗ്രൂ പോലത്തെ ഒരു പൊസിഷൻ കണ്ട. ആ ഗ്രൂ പോലത്തെ പൊസിഷൻ ആണ് വയ്ക്കുന്നത്. ബാക്ക് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഗ്രൂ ഉള്ള ആ ഒരു സൈഡ് അതിൻ്റെ മുകളിൽ വെച്ച ശേഷം മറ്റേ സ്പ്രോക്കറ്റ് അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. കണ്ട നമ്മൾ ആ ഗ്രൂ ഉള്ള ഭാഗം താഴെ വെച്ചിട്ടുണ്ട്. മറ്റേ സ്പ്രോക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കുമ്പോഴത്തേക്കും ഇത് ആക്ച്വലി ആ ബെയറിംഗ് ഇടയിലാവും, ജസ്റ്റ് ലോക്കാവുകയും ചെയ്യും. ഇത് ആക്ച്വലി ഇത് ലോക്കായ ശേഷം ഒരു സൈഡേ കറങ്ങത്തുള്ളൂ, ഒരു സൈഡ് ലോക്കാവും. കണ്ട ഒരു സൈഡ് കറങ്ങും, ഒരു സൈഡ് ലോക്കാവും. അതുകൊണ്ടാണ് ഈ നമ്മൾ സെൽഫ് വയ്ക്കുന്ന സമയത്ത് ലോക്കായ സൈഡാണ് കറങ്ങുന്നത്. അതുകൊണ്ടാണ് സെൽഫ് സ്റ്റാർട്ട് ആവുന്നത്. കണ്ട ഈ ഒരു ബെയറിംഗ് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഈ സെൽഫ് മിക്കവാറും വർക്കാവാത്ത സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. പക്ഷേ സ്റ്റാർട്ട് ആവത്തില്ല. ഈ പറയുന്ന ഈ ബെയറിംഗ് മാറ്റി വെച്ചാൽ ശരിയാവുന്നതേ ഉള്ളൂ. പക്ഷേ കമ്പനി ഈ സാധനം ഡയറക്റ്റ് ഇറക്കുന്നില്ല. കമ്പനി മൊത്തത്തിൽ ഈ സെറ്റ് മൊത്തത്തിലാണ് അവർ വിൽക്കുന്നത്. 4700 രൂപയാണ് ഈ സെറ്റിൻ്റെ വില. 4700 ഇവിടെ കിടക്കുന്നത്, 300 ഇവിടെ കിടക്കുന്നത്. 300 രൂപയ്ക്ക് അത്യാവശ്യം ഒരു 6 മാസം ഓടിയാൽ പോലും നമുക്ക് ലാഭമാണ്. അടുത്തത് നമുക്ക് ആ ക്ലച്ച് കവറിൻ്റെ ആ സൈഡിലുള്ള ആ പശയൊക്കെ നമുക്കൊന്ന് ചുരണ്ടി കളയാം. അടുത്തത് ക്ലച്ച് കവറിൻ്റെ അകത്തുള്ള കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം. ഈ സൈഡിലും കുറച്ച് ഗമ്മുണ്ട്. ആ ഗമ്മും നമുക്ക് ചുരണ്ടി കളയണം. എന്നാലേ പുതിയ ഗമ്മ് അതിൽ ഒട്ടത്തുള്ളൂ. അടുത്തത് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പാർക്ക് ക്ലച്ചിൻ്റെ ആ സെറ്റും ആ ക്ലച്ച് വൈസിങ്ങും നമ്മൾ തിരിച്ച് അതേപോലെ ഫിറ്റ് ചെയ്യുകയാണ്. ആ സെറ്റ് മൊത്തത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഊരിയെടുത്ത ബെയറിങ്ങും സ്റ്റോപ്പറും ബോൾട്ടും എല്ലാം അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്.
ഊരിയതൊക്കെ നമ്മൾ അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്ത ഓയിൽ അതേപോലെ നമ്മൾ തിരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതിൻ. ടാറ്റാ.